അപ്പൊ ചിലർക്ക് തോന്നുകയാണ് ആണും പെണ്ണും കലർന്നാൽ എന്ത് വരാനാണ് മുസ്ലിയാര്? ചില ആളുകൾക്ക് തോന്നല ആണും പെണ്ണും കലരുമ്പോഴേക്ക് എന്ത് വരാനാ? എന്തൊരു കടുപ്പായി ഉസ്താദുമാർക്ക്. ആധുനിക യുഗത്തിൽ 1400 കൊല്ലം മുമ്പുള്ള നിയമം പറയാവര് ഇപ്പോഴും ഒരു മാറ്റമില്ല. എന്തെങ്കിലും ഒരു മാറ്റം, ഒരു അപ്ഡേറ്റ് എങ്കിലും വരുത്തിക്കൂടെ? അല്ലെ, തട്ടമിട്ട പെൺകുട്ടികൾ, മുസ്ലിം നാമധാരികൾ, അതാ മൈക്കിന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കുകയാണ്, അപ്ഡേറ്റ് ചെയ്യാത്ത നിയമസംഹിതയുള്ള മതാണ് മുസ്ലിമിന്റെ മതം. ഒക്കെ മാറ്റം വരുത്തേണ്ട കാലം കഴിഞ്ഞു പോയില്ലേ? ഓപ്പങ്ങളെ മരിച്ചിട്ട് ഇന്ന് ഇതുവരെ ഒരു ശാസ്ത്രവും വായു കിടത്താൻ കാണിച്ചില്ലല്ലോ. കാണിച്ചോ? മരിച്ചിട്ട് മയ്യത്തായപ്പോൾ നിന്നെ വായുവിൽ കിടത്താൻ വളർന്നൊരു മയ്യേതെങ്കിലും ഒരു ശാസ്ത്രത്തെ കാണിക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടായാലോ? അങ്ങനെയുള്ള ഒരു പ്രവർത്തകനാണോ? അവന്റെ വീട്ടിലെ ഞാൻ പറഞ്ഞത് അള്ള പൊരുത്തപ്പെടാത്ത കല്യാണം നടക്കൂല, അള്ള പൊരുത്തപ്പെടാത്ത അന്യപെണ്ണ് സ്റ്റേജിൽ കയറിൽ നടക്കൂല. അപ്പൊ ചില ആളുകൾക്ക് തോന്നിയാണ്, എന്തേ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം? മനുഷ്യന്മാരല്ലേ രണ്ടാള്, എന്തിനാ ആണിനെയും പെണ്ണിനെയും വേർതിരിപ്പിക്കുന്നത്? അതെ, അതിങ്ങനെ പറഞ്ഞൊരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇപ്പൊ അമ്മയാണോന്നോ വിളിക്കേണ്ടത്? ഉമ്മാന്നാണോ സംഘടനക്ക് വിളിക്കേണ്ടത്? അല്ല അച്ഛനാണോ വിളിക്കേണ്ടത്? അല്ല ബഹുമാനിക്കുകയാണോ വേണ്ടത്? ആദരിക്കുകയാണോ വേണ്ടത്? പരസ്പരം വ്യഭിചാരോപണം പറയുന്ന സംഘടനകളായി അതപ്പതിച്ചത് കാണുന്നില്ലേ? എന്നിട്ടോ പറഞ്ഞിട്ട് തീർന്നില്ല എന്നാ പറയുന്നത്. ഇപ്പൊ ഞാൻ തീർത്തും പറയൂല എന്നാ പറയുന്നത്. എന്നെ ചെയ്തതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ പലരും ഉള്ളിലാകൂ എന്നാ പറയുന്നത്. പലർക്കും പുറത്തിറങ്ങാൻ കഴിയൂല എന്നാ പറയുന്നത്. ഓ വയല് കേൾക്കുന്ന മുസ്ലിമേ, ഈ നിലയ്ക്ക് നമ്മൾ ലോകത്തല്ല കാണിച്ചു തരികയാണ്. ആണും പെണ്ണും ഒന്നിച്ചിട്ട് എല്ലാം റെഡിയാണ്. തടസ്സങ്ങളില്ലാത്ത ലോകത്ത് ജീവിക്കണം എന്ന് പറഞ്ഞ് ജീവിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് അത്തരം കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, അങ്ങനെ പറയുന്ന ഏതെങ്കിലും ആളുകളെ സംസ്കാരം കോപ്പിയടിച്ചിട്ട് നമ്മളെ കല്യാണാഘോഷങ്ങൾ ഉണ്ടാകണമെന്ന് നമുക്ക് ചിന്തിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് നിർവാഹമില്ല. എന്തുകൊണ്ട് നിർവാഹമില്ല? നിക്കാഹ് എന്ന് പറയുന്നത് SYS സംഘടനയുടെ തീരുമാനമല്ല, SSF തീരുമാനമല്ല, അല്ലെങ്കിലോ ഇന്നത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ തീരുമാനമല്ല, ഇന്നത്തെ കാലത്തുള്ള ഏതെങ്കിലും സംഘടനകളുടെ തീരുമാനമല്ല. അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. ആ സുന്നത്ത് നിനക്ക് ഏതെങ്കിലും കോപ്പറേറ്റ് കേട്ടുള്ളതല്ല, കോമാളിത്തരം കാണിക്കാനുള്ളതല്ല, റസൂലുള്ളാഹിന്റെ പൊരുത്തം വാങ്ങാനുള്ള വഴിയാണ്. അങ്ങനെ അവിടുത്തെ ഉമ്മത്തിനെ അധികരിപ്പിക്കാനുള്ള വഴിയാണ്. ആ വഴികളോട് തിന്മ ചെയ്യുന്ന, ആ വഴികളോട് അനീതി ചെയ്യുന്ന മുസ്ലിമായി, ഓ മുസ്ലിമേ, നമ്മൾ മാറിക്കൂടാ. അതിനാ നമ്മളെ SSFന്റെ ചുണക്കുട്ടികൾ വളർന്നു വരേണ്ടത്, SYS നേതാക്കൾ വളർന്നു വരേണ്ടത്, സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ വളർന്നു വരേണ്ടത്. കേൾക്കുന്ന ഉപ്പാ, എന്റെ വീട്ടിലത് പറ്റൂല എന്ന് തന്റെ ഇടപൂർവം പറയാൻ അറിയുന്ന ബാപ്പമാരുടെ നട്ടലുള്ള ബാപ്പമാരെ, ഉപ്പമാരെ, നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മളെ മക്കളെ ഈമാൻ ചുരുങ്ങി പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല.